കായികരംഗത്തും സയൻസ് ഒളിമ്പ്യാഡിലും രാജ്യത്തിനു വേണ്ടി താരങ്ങൾ കൈവരിച്ച നേട്ടങ്ങളും മൻ കി ബാത്തിൽ ചർച്ചയായി. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ യുവശക്തി കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. बैडमिंटन में जापान ओपन का खिताब जीतने वाली पहली भारतीय बन गई है. उनकी इस उपलब्धि पर पूरे देश को गर्व है. भारतीय महिला क्रिकेट टीम ने भी लंदन में लॉर्ड स्टेडियम में अपना पहला टेस्ट मैच जीता है. यह एक ऐतिहासिक जीत है. ഇതിനു പുറമെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം കൈവരിച്ച നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ലണ്ടനിലെ ലോർഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ടീം വിജയം നേടിയിരുന്നു. ഇതൊരു ചരിത്ര വിജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. സ്ത്രീശക്തി ലോർഡ്സിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സയൻസ് ഒളിമ്പ്യാഡിൽ രാജ്യത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ നേടിയ നേട്ടത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇവർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ഈ മാസം നടന്ന സയൻസ് ഒളിമ്പ്യാഡ് മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത 5 വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും രാജ്യത്തെ 1ാം സ്ഥാനത്തെത്തിക്കുകയും ചെയ്തു. മുൻ വർഷങ്ങളിലും സയൻസ് ഒളിമ്പ്യാഡുകളിൽ മികച്ച പ്രകടനമാണ് രാജ്യം കാഴ്ചവെച്ചത്. രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനമുണ്ടെന്നും ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് നിന്ന് കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.